മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ സ്നേഹത്തിന് ചെറിയ കാര്യങ്ങളെപ്പോലും വലുതാക്കാൻ സാധിക്കുമെന്ന വിശുദ്ധ ഫൗസ്റ്റീനയുടെ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഓരോ കുടുംബവും വിശുദ്ധ കുടുംബങ്ങളായി മാറുന്നത് ഈശോയോടുള്ള സ്നേഹത്താൽ നിറയുമ്പോഴാണ്. ഇന്ന് ഷാർജ നേഴ്സസ് കൂട്ടായ്മയിലുള്ള ആൻ്റണി ഷെഫി ദമ്പതികളെ നാം പരിചയപ്പെടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും കൂടുതൽ വിശുദ്ധിയിലാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 31-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഈശോയെ സ്നേഹിച്ച് ഈശോയിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ഷെഫിയുടേത്. ഇവരുടെ വിശേഷങ്ങൾ കൂടുതലായി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിന് മുമ്പായി നമ്മളതിനെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലൂർദ് ബാബു. ഞാനിവിടെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. വയനാട്ടിൽ ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. ഇവിടെ കുടുംബമായിട്ട് ജീവിക്കുന്നു. എൻ്റെ പേര് തോമസ് ആൻ്റണി. 30 വർഷമായിട്ട് UAE-ലുണ്ട്. ചേർത്തലയാണ് ഞങ്ങളുടെ നാട്. ഇതെൻ്റെ ജീവിത പങ്കാളി. ഞാൻ ഷെഫി. 20 വർഷമായിട്ട് ദുബൈയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൾ ബാംഗ്ലൂരിൽ പഠിക്കുന്നു. ഇത് മകൻ. ഹായ്, എൻ്റെ പേര് തേജസ് ആൻ്റണി. ഞാനിപ്പം +2 എക്സാംസ് എഴുതിയിട്ടിരിക്കുക. നേഴ്സസ് കൂട്ടായ്മയിൽ വന്ന കാലം മുതൽ വളരെ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരാളാണല്ലോ ഷെഫി. എങ്ങനെയാണ് ഈ കൂട്ടായ്മയിലേക്ക് വന്നത് എന്നൊക്കെ പറയാമോ? 2002 മുതൽ ഞാൻ ദുബായിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞുമക്കളും നമ്മുടെ ജോലി തിരക്കും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ തിരക്കായിട്ട് പോകുന്നു. ആഴ്ചയിലൊന്ന് പള്ളിയിൽ പോവും, പിന്നെ സന്ധ്യാപ്രാർത്ഥന ചെയ്യും. അതിൽ കൂടുതൽ ഒരു സമർപ്പണമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2014 ഞാൻ നമ്മുടെ പള്ളിയിൽ കുർബാന കഴിഞ്ഞിറങ്ങിയപ്പോൾ കുർബാനയുടെ ഇടയിൽ അച്ഛനിങ്ങനെ നമ്മുടെ ഗ്രേറ്റസ്റ്റ് കോൾ നഴ്സസ് മിനിസ്ട്രിയുടെ നഴ്സസ് കോളിനെ കുറിച്ച് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഞാനത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അത് തട്ടി. അയ്യോ, നഴ്സസിൻ്റെ ആണല്ലോ. അപ്പം നഴ്സസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നഴ്സസിൻ്റെ കൂട്ടായ്മയാണല്ലോ, ഇതിനകത്തൊക്കെ ഒന്ന് ചേരുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഇതിനകത്തൊക്കെ വരുന്ന വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ഭാഗ്യമുള്ളവരാ. പക്ഷേ എനിക്കിതൊന്നും പറ്റത്തില്ലല്ലോ. എനിക്ക് ശനിയാഴ്ച ദിവസം, കാരണം ഞാൻ കേട്ടു ശനിയാഴ്ച ദിവസമാണ് നമ്മുടെ ഷാർജയിൽ നഴ്സസ് മിനിസ്ട്രി ഉള്ളത്. അപ്പം ശനിയാഴ്ച എനിക്ക് ഓഫില്ല. അപ്പം ഞാൻ ഇത്രയും വർഷമായിട്ട് ജോലി ചെയ്യുമ്പോഴും എനിക്ക് ആകെ ഒരു ഓഫുള്ളത് അത് വെള്ളിയാഴ്ച ദിവസം മാത്രമാണ്. അപ്പം നമ്മൾ 6 ദിവസം ജോലി, 1 ദിവസം ഓഫ്. അതിനകത്തൊന്നും നഴ്സസ് മിനിസ്ട്രിയിലൊന്നും പോകാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഞാൻ ഓർത്തു നമുക്കിതിനൊന്നും പോകാൻ പറ്റത്തില്ല. എന്നാലും ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ദൈവത്തോട് പറഞ്ഞു. നമ്മൾ ഇറങ്ങിപ്പോന്നു. പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടെ നഴ്സസ് കുറേ പേര് ബ്രോഷറും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ ചേച്ചിയാണ് എനിക്ക് കൊണ്ടുത്താൻ. ചേച്ചി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഷെഫി, ഞാൻ ഓർക്കുന്നു. ഷെഫി അപ്പം എന്നോട് ഒരു പറഞ്ഞ കാര്യം ഞാൻ പെട്ടെന്ന് ഓർക്കുക. ചേച്ചി, എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ശനിയാഴ്ച അവധിയില്ല. അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അത് തന്നെ. അപ്പം ഞാൻ ചേച്ചിയുടെ നമ്പറൊക്കെ മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ പോയി ആലോചിച്ചിട്ട് ഞാൻ ചേച്ചിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തുന്ന പോയാലോ, ഓഫില്ലെങ്കിൽ നമുക്കൊരു ആനുവൽ ലീവ് കിടക്കുന്നുണ്ടല്ലോ, എന്നാൽ നമുക്കൊരു ആനുവൽ ലീവ് എടുത്ത് ഒന്ന് പോയി നോക്കാം എന്താണെന്നൊന്ന്. അങ്ങനെ മനസ്സിലാഗ്രഹിച്ചു. ചേച്ചിനെ വിളിച്ചു, രജിസ്റ്റർ ചെയ്തു. പിന്നെ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ചേച്ചി പറഞ്ഞു. നമ്മൾ എന്നിട്ട് അതനുസരിച്ച് പോയി. എനിക്ക് ആരെ അറിയത്തില്ല, നഴ്സസ് മിനിസ്ട്രി എനിക്ക് ഒരു ആളെ പോലും അറിയത്തില്ല. ചേച്ചിയുടെ നമ്പർ മാത്രമേ എനിക്കറിയുള്ളൂ.
ഉള്ളൂ. ഞാൻ പക്ഷേ എൻ്റെ ഒരു സ്വന്തമായ തീരുമാനത്തിൽ ഞാൻ തന്നെ വന്നു, വണ്ടിയെ കയറിയിരുന്നു, അവിടെ വന്നിരുന്നു, നമ്മുടെ ഗ്രേറ്റസ്റ്റ് കോൾ അറ്റൻഡ് ചെയ്തു. ഒത്തിരി സന്തോഷം തോന്നി മനസ്സിന്. കാരണം നഴ്സുമാരുടെ ടെസ്റ്റിമണികളും അതുപോലെ ഒത്തിരി ഒക്കെ നല്ല നല്ല വചനങ്ങളും ഒക്കെ കേട്ടപ്പം ഒരു സന്തോഷം തോന്നി. അങ്ങനെ തിരിച്ചു വന്നു, പിന്നെ നോർമലായിട്ട് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് 2015 പിന്നെയും ഈ സെയിം അനൗൺസ്മെൻറ്റ് കേട്ടു. അപ്പം ഞാൻ ഓർത്തുന്ന ഈ വർഷം കൂടെ പോകാം, ഗ്രേറ്റസ്റ്റ് കോളിന് പോകാം. അന്നും ഇത് ആനുവൽ ലീവ്, അപ്പം ഞാൻ ആനുവൽ ലീവ് എടുത്തിട്ട് അന്നും പോയി. ഈ രണ്ടെണ്ണേ അല്ലാതെ ഇടയ്ക്ക് വരാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അങ്ങനെ അങ്ങനെ പോയി. അതിനുശേഷം 3-ാമത്തെ വർഷം ഈ ദൈവം എനിക്ക് പുതിയ ഓഫർ, എനിക്ക് വേറെ ഒരു ജോലി എനിക്കൊരു ഓഫർ കിട്ടി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷെഫി പറയുമായിരുന്നു, എൻ്റെ ഈശോയെ എനിക്ക് 2 ദിവസം ലീവ് കിട്ടിയിരുന്നെങ്കിൽ, ഫ്രൈഡേ സാറ്റർഡേ കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് സാറ്റർഡേയിൽ നേഴ്സസ് മിനിസ്ട്രിക്ക് പോകുമായിരുന്നു. അപ്പം ഞാൻ പറയും, നീ ദൈവം കേൾക്കും, അപ്പം നിനക്ക് അതുപോലെ ചിലപ്പോൾ ഒരു പക്ഷേ ലീവ് കിട്ടും, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ കിട്ടും. അങ്ങനെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. ശരിയാ. ആ വചനം, ഒരു വചനമുണ്ടല്ലോ യാക്കോബ് ശ്ലീഹയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായം 8-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും. ആ ഒരു വചനം ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥമായ സമയമായിരുന്നു അത് എന്ന് പറയാൻ പറ്റും അല്ലേ? അതെ. അങ്ങനെ 3-ാം വർഷം ഞാൻ ആനുവൽ ലീവ് എടുക്കേണ്ട ആവശ്യം വന്നില്ല എനിക്ക്. അല്ലാതെ തന്നെ ഫ്രൈഡേ സാറ്റർഡേ ഓഫായിട്ട് എനിക്കൊരു ഓഫർ കിട്ടി. അപ്പോൾ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ മാറി, പുതിയ ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ 2016 മുതൽ ഞാൻ നഴ്സസ് മിനിസ്ട്രിയോട് ചേർന്ന് എല്ലാ ശനിയാഴ്ചയും ഇന്ന് വരെ എല്ലാ ദിവസവും ഞാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് പോകാൻ തന്നെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആ 2 വർഷം ആനുവൽ ലീവ് എടുത്ത് ഷെഫി പോയപ്പോൾ അത് ഈശോയ്ക്ക് വില കൊടുത്താണ് പോയത്. അപ്പോൾ അത് 3-ാമത്തെ വർഷമായപ്പോഴത്തേക്കും അത് ഈശോ കണ്ടു. തീർച്ചയായിട്ടും നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ഈശോയ്ക്ക് വേണ്ടി വില കൊടുത്തിറങ്ങുമ്പോൾ ഈശോ അത് കാണുന്നുണ്ട്. 3-ാമത്തെ വർഷം മുതൽ പിന്നെ ആനുവൽ ലീവ് എടുക്കേണ്ടി വന്നില്ല. ഇപ്പോൾ എല്ലാ ശനിയാഴ്ചയും അവധിയുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ സമാധാനമായിട്ട് നമുക്ക് ഗ്രേറ്റസ്റ്റ് കോളിനോ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ തന്നെ വരാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ. അപ്പം നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും, ഈശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും പോരാ, ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ അല്ലേ? തീർച്ചയായിട്ടും ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഷെഫിയുടെ ഒപ്പം ആൻറ്റി ചേട്ടൻ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിനുള്ള പ്രചോദനം കിട്ടിയത്? എങ്ങനെയാണ് പ്രചോദനം കിട്ടിയത് ഒന്ന് പറയാമോ? അത് പറയാമെന്ന് വെച്ചാൽ കൊച്ചിലെ ഞങ്ങളെ വളർത്തിയ രീതിയും അതുപോലെ തന്നെയായിരുന്നു. കൊച്ചിലേത്ത് ഞങ്ങൾ വീട്ടിൽ ഇച്ചാച്ചനും അമ്മച്ചും ഞങ്ങളെ കൊണ്ട് സമയം പ്രാർത്ഥന ലഭിക്കും. പള്ളിയിൽ 7 മണിയാകുമ്പോൾ മണിയടിക്കുമ്പോൾ ഞങ്ങൾ കുട്ടികൾ ആരെങ്കിലും വന്ന് തിരികെത്തിച്ച് സന്ധ്യാപ്രാർത്ഥന ചെല്ലും. അതിനുശേഷം 8 മണിയോടുകൂടി ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് ആരെങ്കിലും ഇല്ലെങ്കിൽ ഇച്ചാച്ചൻ വന്നു ചോദിക്കും, ആരെങ്കിലും പ്രാർത്ഥനയില്ലേ? ആരെങ്കിലും ഇല്ലാത്തിരിക്കുകയാണെങ്കിൽ അവരെ രണ്ടാമത് ഒറ്റയ്ക്ക് പ്രാർത്ഥന ഞങ്ങളെ കൊണ്ട് ചെല്ലിപ്പിക്കും. അല്ലെങ്കിൽ ഇച്ചാച്ചൻ കൂടി ഉള്ളപ്പോഴാണെങ്കിലും ഞങ്ങൾ ആരെങ്കിലും ഒന്ന് ഉറങ്ങുവാണെങ്കിൽ തന്നെ വഴിയെടുത്ത് അടിക്കും. അല്ലെങ്കിൽ ഞങ്ങളോട് പറയാം, മുട്ടുമേ നിൽക്കട, കൈപിരിച്ച് നിൽക്കട. അങ്ങനെ ഒരു സ്ട്രിക്റ്റിലാണ് ഞങ്ങൾ വളർത്തിയത്. അതുപോലെ തന്നെ സൺഡേകളിൽ കാറ്റഗിക്സ് പള്ളിയിൽ പോകണം. അതിനുശേഷം കാറ്റഗിക്സ് ക്ലാസ്സിൽ തീർച്ചയായിട്ടും പോകുന്ന. ഞങ്ങൾ ആരെങ്കിലും പോകാതിരിക്കുകയാണെങ്കിൽ വീട്ടിൽ വരുമ്പോൾ ചോദിക്കുക, എന്താ നീ പോകാതിരുന്നത്, എന്തുകൊണ്ടാണ് പോകാതിരുന്നത്? അപ്പോഴും തല്ല് കിട്ടും, അത് ഉറപ്പാണ്. അത് കാരണം കൊണ്ട് ആ ഒരു സ്ട്രിക്റ്റിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് ബോംബെയിലോട്ട് വന്നു. ബോംബെയിൽ വന്നപ്പോൾ ഞാൻ ചേച്ചിയുടെ കൂടെ ആയിരുന്നു. ചേച്ചിയും ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കൂടെ ആയിരുന്നപ്പോഴും സൺഡേകളിൽ പള്ളി മുടക്കാറില്ല, എപ്പോഴും പള്ളിയിൽ പോകും. അങ്ങനെയാണ് മാഹിം പള്ളിയെക്കുറിച്ച് അറിഞ്ഞത്. മാഹിം പള്ളിയിൽ എല്ലാ ബുധനാഴ്ച നൊവേന മാതാവിൻ്റെ നൊവേന ഉണ്ടായിരുന്നു. ആ നൊവേനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 92 ഞാൻ ഇങ്ങോട്ട് യുഎയിലോട്ട് വരുന്നത് വരെ മാഹിം പള്ളിയിൽ എപ്പോഴും മാതാവിൻ്റെ നൊവേന കൂടിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഇവിടെ വന്നപ്പോഴും പള്ളി മുടക്കാറൊന്നുമില്ല. അങ്ങനെ ആ ഒരു ജീവിതം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഷെഫി ഇടയ്ക്ക് പറയാറുണ്ട്, ഇതുപോലെ നഴ്സസ് മിനിസ്ട്രീനെ പറ്റി ഞാൻ അറിഞ്ഞുകൊണ്ട് എനിക്കൊന്ന് പോകണം. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് ഷെഫിക്ക് കണ്ടിന്യൂ ആയിട്ട് പോകാൻ കിട്ടി. അങ്ങനെ ഞാനും ഷെഫിയുടെ കൂടെ ഇടയ്ക്ക് കൂട്ടായ്മയിലൂടെ വന്ന് പ്രേയറിനൊക്കെ കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം കൂടുതൽ മാതാവിനോട് കൂടുതൽ അടുക്കുവാനും ദൈവത്തിനോട് കൂടുതൽ അടുത്ത് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അതെ, നമുക്ക് കിട്ടിയ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് നിന്നുകൊണ്ട് മക്കളെയും നമ്മുടെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അല്ലേ? അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് മക്കളെ ഒരു നല്ലൊരു വിശ്വാസത്തിലേക്കൊക്കെ വളർത്താനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് അത് പരിശ്രമിച്ചതെന്ന് ഒന്ന് പറയാമോ? ഞങ്ങൾ
ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കൊച്ചിലെ ഞങ്ങളെ എങ്ങനെയാണ് പഠിപ്പിച്ചത്, ചാച്ചനും അമ്മച്ചി എങ്ങനെയാണ് പഠിപ്പിച്ചത്, അതുപോലെ തന്നെ ഞങ്ങൾ ഇവരോടും പറയാറുണ്ട്. 7 മണിയാകുമ്പോൾ ഞാൻ ഇവരോട് ചോദിക്കും, മോളല്ലെങ്കിൽ മോനുള്ള ചോദിക്കും, എടാ തിരികെത്തിച്ച പ്രാർത്ഥന ഞങ്ങൾ തിരികെത്തിച്ചോ, സന്ധ്യാപ്രാർത്ഥന ചെല്ലിയോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും അവർ ഓടി വന്ന് തിരികെത്തിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾ ആരാണ് ഒപ്പോഴുണ്ടെങ്കിൽ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കും. അതിനുശേഷം 8 മണി അല്ലെങ്കിൽ 8:30 ആകുമ്പോൾ ഞങ്ങൾ ജപമാല ചൊല്ലാനിരിക്കും. ജപമാല ചൊല്ലിക്കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം ഞാൻ അല്ലെങ്കിൽ ഷെഫി ബൈബിൾ വായിക്കും. അതിനുശേഷം മക്കളെ കൊണ്ട് 2 പേരെ കൊണ്ടും വായിപ്പിക്കും. അവർ വായിക്കും. വായിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് സ്തുതി പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥന നിർത്തുന്നത്. അതുപോലെ തന്നെ സൺഡേയിൽ കുർബാനയ്ക്കും ഞങ്ങളോടൊപ്പം വരും. കാറ്റഗിസം ക്ലാസ്സിനും മുടങ്ങാതെ 2 പേരും പോവുമായിരുന്നു. മോനെ തേജസ്സേ, പപ്പയും മമ്മിയൊക്കെ പള്ളിയിൽ പോകണം, കാറ്റഗിസത്തിന് പോകണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ മോനെ അതെങ്ങനെയാണ് എടുത്തത്? മോൻ എങ്ങനെയാണ് അത് തോന്നിയത്? ആദ്യമൊക്കെ പപ്പയും അമ്മയും എന്നെ പള്ളിയിലൊക്കെ പോകാൻ വിളിക്കുമ്പോൾ എനിക്ക് മടിയായിരുന്നു. പിന്നെ പക്ഷേ അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ഡിവോഷൻ പ്രേയേഴ്സൊക്കെ കാണുമ്പോൾ എനിക്കും ഇൻട്രസ്റ്റ് കയറി. ഞാൻ അങ്ങനെ ഇപ്പം കാറ്റഗിസത്തൊക്കെ പോകുന്നുണ്ട്, വിശുദ്ധ കുർബാനയും പങ്കെടുക്കുന്നുണ്ട്. ഷെഫി, നമ്മൾ ഈശോയോട് ചേർന്ന് ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ സഹനങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അതെ. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ സഹനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ചേച്ചി. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടതായ ഒരവസ്ഥ വന്നു. അപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം ഇനി മുന്നോട്ട് ഒരു ജോലി കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ? പിന്നെ മോനാണേലും 12th പഠിക്കുന്നത്. അപ്പം ഇവിടുന്ന് എനിക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കുടുംബമായിട്ട് തിരിച്ച് നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പം അങ്ങനെ ഉണ്ടാകുമോ, അങ്ങനെ പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ കയറി വന്നു. അപ്പോഴൊക്കെ ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് ദൈവം നമ്മളെ കൈവെടിയത്തില്ല, നമ്മളറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് തന്നെ ഞാനതിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതം തന്നെ കണ്ടിന്യൂ ചെയ്തു. നമ്മുടെ ജപമാലയുടെ എണ്ണം കൂട്ടി. അതുപോലെ എല്ലാ ദിവസങ്ങളിൽ കുർബാനയിൽ സംബന്ധിക്കാൻ ശ്രമിച്ചു. അതുപോലെ ബൈബിൾ വായന വൈകുന്നേരങ്ങളിൽ 30 മിനിറ്റോളം ബൈബിൾ വായിച്ചു. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഈ അച്ഛന്മാരുടെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിനകത്തൊക്കെ കേട്ട്, അതുപോലെ നമ്മൾ ഡിവോഷണൽ സോങ്സ്, പിന്നെ ഈ ടെസ്റ്റിമണീസ് ഇങ്ങനെ നമ്മുടെ യൂട്യൂബിനകത്തൊക്കെ ഉണ്ടല്ലോ പല സൈറ്റിൽ, അങ്ങനെ ടെസ്റ്റിമണികളൊക്കെ കേട്ട് അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഈശോയോട് ചേർന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. അപ്പോഴൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം എന്താണേലും ഒരു നല്ല ജോലി നമുക്ക് കിട്ടും, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് ദൈവം ഒരു ജോലി നൽകി അനുഗ്രഹിച്ചു. യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വചനം ഇപ്രകാരം പറയുന്നു, എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അപ്പോൾ നിങ്ങളുടെ ആ വേദനയിലും ആ കഷ്ടപ്പാടിലുമൊക്കെ നമ്മൾ ഈശോയെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ആ ദൈവം നമ്മളോട് വലിയ കരുണ കാണിച്ചു, നിങ്ങൾക്ക് ഉത്തരമരുളി. ആ ദൈവത്തിന് നമുക്ക് കുടുംബമായിട്ട് നന്ദി പറയാം. ചേച്ചി, കർത്താവിൻ്റെ നമ്മളോടുള്ള കരുതൽ, കർത്താവ് എത്രമാത്രം നമ്മളെ കരുതുന്നു, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഒത്തിരി നാൾ ആഗ്രഹിച്ചാണ് അത് സാക്ഷ്യമായിട്ട് പറയണമെന്ന്. അത് നമ്മുടെ കൂട്ടായ്മയോട് കൂടി ചേർന്ന് നിന്നപ്പോൾ കിട്ടിയ ഒരു അനുഭവമാണ്. നമ്മുടെ ഒക്ടോബർ മാസം നമ്മൾ ജപമാല മാസമായിട്ടാണല്ലോ നമ്മൾ ആചരിക്കുന്നത്. എല്ലാ വീടുകളിലും നമ്മൾ മാതാവിൻ്റെ രൂപം വെച്ച് നമ്മൾ ജപമാല ചൊല്ലുമായിരുന്നു. അഖണ്ഡ ജപമാലയായിരുന്നു അവസാനത്തെ ദിവസം. അന്നൊരു സിസ്റ്ററിൻ്റെ വീട്ടിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ വേറെ 2 സിസ്റ്റർമാരും കൂടി ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന് ഞങ്ങൾ കർത്താവിനെ ജപമാല ചൊല്ലി കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോഴും അതിലൊരു സിസ്റ്റർ ഷെഫിയോട് ചോദിച്ച്, ഷെഫി നിൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും അസുഖമുണ്ടോ? അപ്പോൾ ഷെഫി പറഞ്ഞ്, ഇല്ല അങ്ങനെയൊന്നും അസുഖമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞ്, ഞാൻ ബ്ലഡ് പ്രഷറിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ സിസ്റ്റർ ഉടനെ പറഞ്ഞു, അല്ല കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു, ബ്രദറിനെ സുഖപ്പെടുത്തിയിരിക്കുന്നു, നല്ലൊരു സൗഖ്യമാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ബ്ലോക്ക് കണ്ടിട്ട് ആ ബ്ലോക്ക് കംപ്ലീറ്റ് മായ്ച്ചു കളഞ്ഞെന്ന്. അപ്പം ഞാൻ പറഞ്ഞ്, എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു, എന്തോ ഒരു അസുഖം ഉണ്ടെന്ന്. ഞാൻ ഇവരോടൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു.
കുറച്ചൊക്കെ നടക്കുമ്പോഴേക്കും എനിക്ക് നല്ല കഥപ്പും വെള്ളം കുടിക്കണമെന്നൊക്കെ തോന്നുമായിരുന്നു. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇതുപോലെ കൊളസ്ട്രോൾ കൂടിയതോ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ സിസ്റ്ററോട് പറഞ്ഞപ്പോൾ മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഒരു രോഗം, എന്നിലുള്ള രോഗം കർത്താവ് സുഖപ്പെടുത്തിയല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒത്തിരി കർത്താവിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് തോന്നി, എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി എന്തോ എന്നിലും ഒരു മാറ്റം സംഭവിച്ചു. രാവിലെ ഞങ്ങൾ പള്ളിയിൽ ഒരുമിച്ച് പോകും. ഞങ്ങൾ പള്ളിയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഷെഫി ഡ്യൂട്ടിക്ക് പോകും. ഞാൻ അവിടുന്ന് പള്ളിയിൽ നിന്ന് വീട് വരെ നടന്നു വരും. അപ്പോൾ എനിക്കൊരു വാക്കിങ്ങും ആകുമല്ലോ. ഞാൻ നടന്നു വരുമ്പോൾ സാധാരണഗതിയിൽ വരുമ്പോഴേക്കും ഞാൻ പതിയാൻ നടക്കുന്നത്. കാര്യം കൂടുതൽ നടന്നു വരുമ്പോൾ എനിക്ക് കഥപ്പ് ഇതുപോലെ ഉണ്ടാകും. അന്ന് മുതൽ എനിക്ക് അനുഭവം തുടങ്ങി. ഞാൻ എത്ര സ്പീഡിൽ നടന്നിട്ട് എനിക്കൊന്നും ഉണ്ടാവില്ല. 30 മിനിറ്റോളം ഞാൻ എടുക്കും പള്ളിയിൽ നിന്ന് വീട്ടിലെത്താനായിട്ട്. ഞാൻ അതിൻ്റെ വേഗത കുറച്ച് നോക്കി. 25 മിനിറ്റോളം ഇതിലെടുത്തിട്ട് നല്ല സ്പീഡിലും വന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ല. കർത്താവ് അത്രമാത്രം എന്നെ അനുഗ്രഹിച്ച് എനിക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ വന്നവിടെ ചേച്ചിനെ വിളിച്ചു പറയാം. എൻ്റെ ചേച്ചി നാട്ടിലെ ചേച്ചിയോട് ചേച്ചി എനിക്ക് ഇതുപോലെ ഒരു അനുഭവം കിട്ടി. അപ്പോൾ എനിക്ക് എന്തോ പറയണമെന്ന് പറഞ്ഞു. എല്ലാവരോടും ഇത് പറഞ്ഞ്, കാരണം ഇത് കിട്ടിയ സൗഖ്യം കിട്ടിയതാണ്. എനിക്ക് കർത്താവ് എനിക്ക് തന്നതാണ്, മാതാവ് വഴിയായിട്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് ആരുടെങ്കിലൊക്കെ വിളിച്ചു പറയും, മനസ്സിൽ തന്നെ എല്ലാവരും വിളിച്ചു പറയുക. അത് ഞാൻ ചേച്ചിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞ് നിന്നെ സൗഖ്യപ്പെടുത്തായിരിക്കും, പക്ഷെ നീ അത് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എല്ലാവരോടും പറയാനെന്ന്. ഞാൻ പറയും എന്തിനും ഉറപ്പ് വരുത്താൻ, എനിക്ക് ശാരീരികമായിട്ട് എനിക്ക് ഫിസിക്കലി എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ചേച്ചി. എനിക്ക് നേരത്തെ ഞാൻ ഇതുപോലെയായിരുന്നു, കുറച്ചൊക്കെ നടക്കുമ്പോഴേക്കും എനിക്ക് കഥപ്പും കുറച്ച് നിൽക്കണം അല്ലെങ്കിൽ വെള്ളം കുടിക്കണം എന്നൊക്കെ ഒരു അനുഭവം, ഒരു കഞ്ചക്ഷനൊക്കെ നെഞ്ചിലുണ്ടാകുമായിരുന്നു. ഇപ്പം അതെല്ലാം മാറ്റി ഇപ്പം ഞാൻ എത്ര ഓടിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഡോക്ടറെ അടുത്ത് പോകാനൊന്നുമില്ല. എനിക്ക് കിട്ടിയ അനുഭവം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്, അത് ഞാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുന്നവരോടൊക്കെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് വീട്ടിലെല്ലാവരോടും പറഞ്ഞ് നമ്മുടെ കുടുംബ യൂണിറ്റിൽ ഞാൻ പറഞ്ഞ് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നേഴ്സസ് മിനിസ്ട്രിയിലും വന്നിത് പറയണമെന്ന്. കാര്യം ആ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവിൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു അനുഭവം കിട്ടിയത്. ആ അനുഭവം ഒരു മറക്കാനാകാത്ത ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ ആൻ്റണി, നമ്മൾ ഈശോയോട് ചേർന്ന് ജീവിക്കുമ്പോൾ, ഒരു കൂട്ടായ്മയോടെ ഒക്കെ നമ്മൾ ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മളറിയാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ, ഒത്തിരി സൗഖ്യങ്ങൾ നമ്മളിലേക്കൊക്കെ ഒഴുകുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അതിനും ഈശോയ്ക്ക് നന്ദി പറയാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഓരോ പ്രാർത്ഥനകളും നമ്മൾ പ്രാർത്ഥിച്ച് തീരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ വിളി കേൾക്കുകയും ചെയ്യുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളതല്ലേ? അപ്പോൾ ആ ദൈവത്തിന് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് നന്ദി പറയാനുള്ളൊരു അവസരമാണ് അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം നമുക്ക് കിട്ടുന്നത്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. മോനെ തേജസ്സേ, പപ്പയുടെയും അമ്മയുടെയും ഈ വിശ്വാസ ജീവിതം മോനും ഒരു പ്രചോദനമായിട്ടില്ലേ? തീർച്ചയായിട്ടും ആയിട്ടുണ്ട്. എൻ്റെ മമ്മിയും പപ്പയും എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നീ എത്ര നല്ല നിലയിലെത്തിയാലും എത്ര നല്ല മാർക്കുണ്ടെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു അയൽവക്കക്കാരനുണ്ട്. നമ്മൾ ഒരുമിച്ച് സ്കൂളിൽ പോകാൻ നേരത്തും എൻ്റെ മമ്മി ഹോളി ഓയിൽ എൻ്റെ മാവിൻ്റെ നെറ്റിയിൽ തേച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് വിടുന്നത്. പപ്പയും അമ്മയും എന്നെ പഠിപ്പിച്ച കാര്യമാണ്, ലൈക്ക് നീ ഇപ്പം ഏതെങ്കിലും ഒരു ട്രാപ്പിലെത്തി അല്ലെങ്കിൽ ഒരാളെ സഹായിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി, അപ്പം ആദ്യം തന്നെ നിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ പ്രാർത്ഥനയായിരിക്കും. എല്ലാത്തിലും നീ ആദ്യം തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിക്കണം, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇങ്ങനെ പോകണോ, അത് ശരിയാണോ എന്ന്. അപ്പം ദൈവം പറയുന്ന പോലെ തന്നെ നീ ചെയ്യണം. അതിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മോനെ പറഞ്ഞത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. മോൻ്റെ പ്രായത്തിലുള്ള മക്കൾക്കൊക്കെ ഇതൊരു പ്രചോദനമാകട്ടെ. ഷെഫീഖ് നഴ്സസ് കൂട്ടായ്മയിൽ വന്ന കാലം മുതൽ മ്യൂസിക് ടീമിൽ അംഗമാണല്ലോ. ഞങ്ങൾക്ക് വേണ്ടി 2 ലൈനൊന്ന് പാടാമോ? തീർച്ചയായിട്ടും പാടാൻ ചേച്ചി. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ദൈവം ദാനമായി തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നമ്മുടെ ഒരു നന്ദി വാക്കിലൂടെ സ്വർഗം സന്തോഷിക്കും. നന്ദിയല്ലാതൊന്നുമില്ല എൻ്റെ നാവിൽ ചൊല്ലിടുവാൻ, സ്തുതിയല്ലാതൊന്നുമില്ല എൻ്റെ ഹൃദയത്തിൽ ഉയർന്നിടുവാൻ, സ്തോത്രമല്ലാതൊന്നുമില്ല. നിനക്കായി ഞാൻ സമർപ്പിക്കുവാൻ
വർണ്ണിച്ചിടുവാൻ സാധ്യമല്ലേ. സ്തുതി സ്തുതി നിനക്കെന്നുമേ, സ്തുതികളിൽ വസിപ്പവനേ. സ്തുതിധനം ബലം നിനക്ക്, സ്തുതികളിൽ ഉന്നതനേ. സ്തുതിധനം ബലം നിനക്ക്, സ്തുതികളിൽ ഉന്നതനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവം ഈ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം 12-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവിനെ ഭയപ്പെടുന്നവനാരോ, അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. ഈശോയുടെ ആലോചന ചോദിച്ച് അവിടുത്തെ ആഗ്രഹത്തിനനുസൃതമായി നമ്മുടെ കുടുംബങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ എന്നും സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.